അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, പർദ്ദ ധരിക്കുന്നവർക്ക് ലഭിക്കുന്ന 7 അത്ഭുതകരമായ നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. പരിശുദ്ധ ഇസ്ലാമിൽ ഔറത്ത് മറക്കുക എന്നത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അനുസരിക്കുക, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ പർദ്ദ ധരിക്കുന്ന ധാരാളം സഹോദരിമാർ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. അവരെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഒരു സ്റ്റൈലിന് വേണ്ടി അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആകാര ഭംഗി മറ്റുള്ളവർ കാണുന്ന രൂപത്തിൽ പർദ്ദ ധരിക്കുന്നവരെ കുറിച്ചല്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ദീനിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നവരായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ആയത്തുണ്ട്. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. നബിയെ, സ്ത്രീകളോട്, ഭാര്യമാരോടും പെൺമക്കളോട്, സഹോദരിമാരോട് നിങ്ങൾ പറയണം, അവരുടെ ജിൽബാബുകൾ, അവരുടെ മൂടുപടങ്ങൾ താഴ്ത്തിയിടാൻ, ഔറത്ത് മറക്കാൻ. ഔറത്ത് മറച്ചു നടക്കുന്ന സ്ത്രീകൾ, അവർക്ക് ലഭിക്കുന്ന മനോഹരമായ നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഹിജാബ് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം മറ എന്നാണ്. അത് കേവലം വസ്ത്രത്തിൽ മാത്രമല്ല, നമ്മുടെ നോട്ടത്തിലൊരു മറയുണ്ടായിരിക്കണം, നമ്മുടെ കേൾവിയിലൊരു മറയുണ്ടായിരിക്കണം, സംസാരത്തിലൊരു മറയുണ്ടായിരിക്കണം. അതാണ് പരിശുദ്ധ ഇസ്ലാം ഹിജാബ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേവലം അതൊരു വസ്ത്രമല്ല. പർദ്ദ എന്ന് പറയുന്നത് ഹിജാബിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഹിജാബ് അള്ളാഹു സുബ്ഹാനഹു വ തആല മറയെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെടുക എന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, പർദ്ദ ധരിക്കുന്നവർക്ക് ലഭിക്കുന്ന മനോഹരമായിട്ടുള്ള 7 ഗുണങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം അത്വാഅതു, അതൊരു ആരാധനയാണ് എന്നാണ്. പർദ്ദ ധരിക്കുക എന്നത് ഔറത്ത് മറക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ, പരിശുദ്ധ ദീനിൻ്റെ നിയമങ്ങൾ പാലിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ധരിക്കുന്നത് എങ്കിൽ അത് ഒരു ആരാധനയാണ്, അള്ളാഹുവിനെ അനുസരിക്കലാണ്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വമാ കാനലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ. ഒരു മുഅ്മിനാവട്ടെ, മുഅ്മിനത്താവട്ടെ, ആണാവട്ടെ, പെണ്ണാവട്ടെ, അള്ളാഹുവും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ, ഒരു കാര്യം തീരുമാനിച്ചാൽ അവർക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല, അവർ മറ്റൊന്നും തിരഞ്ഞെടുക്കുകയില്ല. ഇത് ഹിജാബ് എന്നത് അള്ളാഹു പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കൾച്ചറാണ്. ഇത് അള്ളാഹുവും റസൂലും തീരുമാനിച്ചതായതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനത്തായ ആണായാലും പെണ്ണായാലും അവർക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല, ഔറത്ത് മറക്കുക എന്നത് മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം പർദ്ദ ധരിക്കുക എന്നതൊരു ആരാധനയാണ് എന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം ത്വഹാറത്തുൽ ഖൽബാണ്, ഒരു ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ് പർദ്ദ ധരിക്കുക എന്നത്. വസ്ത്രം ധരിക്കുന്ന സമയത്ത് നമുക്ക് പല ചിന്തകളും നമ്മുടെ മനസ്സിലൂടെ കടന്നു വരും. പല ആളുകളും വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ്. അർദ്ധനഗ്നരായ സ്ത്രീകൾ അവരുടെ നഗ്നതയെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ്. അത് പല കാര്യങ്ങളാവാം, പരസ്യങ്ങൾക്ക് വേണ്ടിയാവാം, അല്ലെങ്കിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയാവാം, പല കാരണങ്ങളിലാവാം. എന്നാൽ ഒരിക്കലും ഒരു ഹിജാബ് ധരിച്ചുകൊണ്ട് എൻ്റെ ഔറത്ത് മറ്റുള്ളവരിൽ നിന്ന് മറക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ ഹിജാബ് ധരിച്ച ഒരു സ്ത്രീയുടെ മനസ്സിലും മറ്റുള്ളവരെന്നെ കാണണമെന്നുള്ള ഒരു ചിന്തയുണ്ടാവുകയില്ല. അങ്ങനെ ചിന്തയില്ലാത്തത് കൊണ്ടാണല്ലോ അവർ ഹിജാബ് ധരിക്കുന്നത്, അവർ പർദ്ദ ധരിക്കുന്നത്. അപ്പോൾ അവരുടെ ഹൃദയം ശുദ്ധിയുള്ളതായിരിക്കും. മറ്റുള്ള ദുഷിച്ച ചിന്തകൾ, മറ്റുള്ളവരെന്നെ കാണണം, ആസ്വദിക്കണം എന്നുള്ള ഒരു ചിന്ത അവരുടെ ഖൽബുകളിൽ ഉണ്ടാവുകയില്ല. ദാലികും മത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിന്ന, അവർക്കും നിങ്ങൾക്കും അത് ഹൃദയത്തിന് ശുദ്ധീകരണം നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം അൽ ഹയാഉ, ലജ്ജയുള്ളവളാവുക എന്നതാണ്. ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ്. ഒരു ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഇന്നലി കുല്ലി ദീനിൻ ഖുലുഖുൻ, ഓരോ ദീനിനും, ഓരോ മതങ്ങൾക്കും ഒരു സ്വഭാവമുണ്ട്. ലോകത്ത് ധാരാളം മതങ്ങളുണ്ട്. ഓരോ മതങ്ങൾക്കും ഓരോ സ്വഭാവങ്ങളും, ഓരോ സംസ്കാരങ്ങളും, ഓരോ കൾച്ചറുകളുമാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ, ഇസ്ലാമിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ലജ്ജയാണ്. സംസാരത്തിൽ, വസ്ത്രധാരണയിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ യാതൊരു ഉളുപ്പുമില്ലാതെ ശാരീരിക പ്രദർശനം നടത്തുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ലജ്ജയുള്ളവളായി മാറുക എന്നതാണ്.
ഹിജാബ് ധരിക്കുന്ന ആളുകൾ, പർദ്ദ ധരിക്കുന്ന ആളുകൾ ലജ്ജയുള്ളവരായിരിക്കും. അത് ഇസ്ലാമിൻ്റെ കൾച്ചറാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി നാലാമത്തെ കാര്യം അൽ ഹിമായത്തു വൽ അംനു. പർദ്ദ ധരിക്കുക എന്നത് സമ്പൂർണമായ സുരക്ഷയുമാണ്, ഒരു കാവലുമാണ്. നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ട്. മൊബൈൽ ഫോണിന് നമ്മൾ കവറിടാറുണ്ട്. എന്തിനാണ് കവറിടുന്നത്? അതൊരു സംരക്ഷണ കവചമാണ്. പോറലേൽക്കാതിരിക്കാൻ, കല്ലിൻ്റെ വര വീഴാതിരിക്കാൻ, നിലത്ത് വീണാൽ ക്ഷതമേൽക്കാതിരിക്കാൻ ഈ ഒരു കവർ അതിന് പ്രൊട്ടക്ഷൻ നൽകുന്നത് പോലെ, അടച്ചു വെക്കുന്ന ഭക്ഷണം പോലെ പർദ്ദ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ലഭിക്കുന്ന മനോഹരമായ സുരക്ഷയുടെ കവചമാണ്. അവർ തിരിച്ചറിയാതിരിക്കാനും അവർ മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടാതിരിക്കാനുമുള്ള ഒരു കാരണമാണ് ഹിജാബ് ധരിക്കുക എന്നത്. മറ്റുള്ളവർ കണ്ട് ആകർഷിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ചുറ്റുഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ ഇളക്കുക എന്നതിൽ നിന്ന് സുരക്ഷിതത്വം നൽകുന്ന ഒരു കവചമാണ് ഹിജാബ് ധരിക്കുക എന്നത്, പർദ്ദ ധരിക്കുക എന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം അൽ ഇസ്സത്തു വൽ കറാമ. പർദ്ദ ധരിക്കൽ ഒരു അന്തസ്സാണ്. എന്താണ്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മാന്യന്മാരാരാണ്? നിങ്ങളിൽ തഖ്വയുള്ള ആളുകളാണ്, സൂക്ഷ്മത പാലിക്കുന്നവരാണ്. എൻ്റെ ശരീരം മറ്റുള്ളവർ കാണുമോ? എൻ്റെ ശരീരത്തിൻ്റെ ഭംഗി മറ്റുള്ളവർ ആസ്വദിക്കുമോ? ഞാൻ എന്തെങ്കിലും ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കെതിരായി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന ഭയത്തോടുകൂടെ ഒരല്പം പോലും പുറത്തു കാണിക്കാതെ പർദ്ദ ധരിച്ച് നടക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, അവരെക്കുറിച്ചാണ് പറഞ്ഞത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ മാന്യന്മാരാണ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയുള്ളവരാണ്. അപ്പോൾ പർദ്ദ ധരിക്കുക എന്നത് മാന്യതയുടെ അടയാളമാണ് അല്ലേ? രാജകുമാരി കിരീടമണിഞ്ഞതുപോലെയാണ് പർദ്ദ ധരിക്കുന്ന മുഅ്മിനാത്തുകളായ സ്ത്രീകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഇനി ആറാമത്തെ കാര്യം അസ്സിത്റു. അതൊരു മറയാണ് അല്ലേ? സ്വകാര്യതയിലേക്ക് മറ്റുള്ളവർ എത്തി നോക്കുന്നതിൽ നിന്നുള്ളൊരു മറയാണ്. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കർട്ടൻ ഇടാറുണ്ട്. എന്തിനാണ് കർട്ടൻ ഇടുന്നത്? മറ്റൊരാൾ നമ്മുടെ വീട്ടിലേക്ക് നോക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. ഒരു മറ വേണം. ഏതൊരു കാര്യത്തിനും മറയുണ്ടാവുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നല്ലാഹ ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാഅ വസ്സിത്റ. അല്ലാഹു സുബ്ഹാനഹു വ തആല മറയെയും ലജ്ജയെയും ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറക്കുന്നവനും ലജ്ജയുള്ളവനുമാണ് എന്നാണ് ഹദീസിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നു കാണിച്ച് സന്തോഷം കണ്ടെത്തുന്നവർ ലജ്ജയില്ലാത്തവരാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ തൻ്റെ ശരീര പ്രദർശനം നടത്തുന്നത് ലജ്ജയില്ലാത്തവരാണ്. അത് ഈമാനിൻ്റെ അടയാളം ഇല്ലാത്ത ആളുകളാണ്. എന്നാൽ പർദ്ദ ധരിക്കുന്ന ആളുകൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നത് പോലെ മറയെ ഇഷ്ടപ്പെടുന്നവരാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ തൻ്റെ ജീവിതം തുറന്നു കാണിക്കുന്നവരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഇനി ഏഴാമത്തെ കാര്യം അന്നജാതു വൽ ഫലാഹു. ഇഹപര വിജയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് ഒരു മനുഷ്യനെ പറഞ്ഞയച്ചിട്ടുള്ളത് പരീക്ഷണത്തിന് വേണ്ടിയാണ്. ഇയാൾ എങ്ങനെയാണ് വസ്ത്രം ധരിക്കുന്നത്? ഇവൾ സൗന്ദര്യ പ്രദർശനം നടത്തുന്നുണ്ടോ? ഇവളുടെ ശരീരം മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നുണ്ടോ? അതോ വലിയ ചൂടുള്ള ദിവസങ്ങളിൽ പോലും തൻ്റെ ഈമാൻ കാത്തു സൂക്ഷിക്കുന്നവരാണോ എന്ന് പരീക്ഷണം. ഈ ദുനിയാവിലുള്ള ജീവിതത്തിൻ്റെ ഓരോ ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളാണ്. 5 വഖ്ത് നിസ്കാരം എത്ര പ്രയാസമുണ്ടെങ്കിലും നിസ്കരിച്ചേ പറ്റൂ. ഏത് ചൂടുള്ള കാലാവസ്ഥയിലും നോമ്പനുഷ്ഠിച്ചേ പറ്റൂ. മക്കയിൽ പോയി എത്ര ദൂരം സഞ്ചരിച്ചിട്ടാണെങ്കിലും മക്കയിൽ പോയി ഹജ്ജ് ചെയ്തേ പറ്റൂ, സക്കാത്ത് കൊടുത്തേ പറ്റൂ. ഇതൊക്കെ പരീക്ഷണങ്ങളാണ്. അപ്പോൾ പറയും പർദ്ദ ധരിക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണ്, അത് ചാക്കാണ്, വലിയ ചൂടാണ് എന്നൊക്കെ. ഇസ്ലാമിലെ ആരാധനകളെല്ലാം ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം ആരാധനകൾ മുഴുവനും പരീക്ഷണങ്ങളാണ്. ആ ആരാധനകൾ അവൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. ഓരോ ആരാധനകളും മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഈമാനിൻ്റെ മാറ്റുരക്കുന്നതാണ്. നാളെ പാരത്രിക ലോകത്ത് വിജയിക്കുന്നവരുടെ അടയാളമാണ് പർദ്ദ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിലായിരിക്കണം പർദ്ദ ധരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഔറത്ത് മറ്റൊരാൾ കാണാതിരിക്കാൻ വേണ്ടിയായിരിക്കണം, അല്ലെങ്കിൽ സ്റ്റൈലിന് വേണ്ടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പർദ്ദ ധരിക്കുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഇസ്ലാം ഔറത്തിനെ
വലിയ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഔറത്ത് മറക്കാതിരിക്കുക എന്നത് ഒരു പ്രശ്നമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഔറത്ത് മറക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.